അല്ല, ഞാൻ അതിനെ ഞാൻ നിഷേധിക്കുന്നു, ആ നിരൂപണത്തെ ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ കോൺഗ്രസിനകത്ത് വടക്കൻ മലബാർ ഭാഗങ്ങളിൽ +2 സീറ്റുകൾ നൽകുന്നതിനെ ആർക്കും വിരോധാഭാസമായ രീതിയിൽ എതിർക്കേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയും വിദ്യാർത്ഥികളുടെ ഫണ്ടമെൻ്റൽ റൈറ്റുമാണ്. ഞാൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. മലബാർ ഭാഗത്ത് വിദ്യ അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്താഗതി കുടുംബങ്ങളിലും കുട്ടികളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നല്ലൊരു പങ്കുമുണ്ട്. മുമ്പത്തേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ വിദ്യ അഭ്യസിക്കാൻ വരുന്നു, ചെറുപ്പക്കാർ വിദ്യ അഭ്യസിക്കാൻ വരുന്നു, +2 എടുക്കണം, പ്രൊഫഷണൽ കോളേജിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്നു. അതെല്ലാം വളരെ പോസിറ്റീവായി കാണുന്നയാളാണ് ഞാൻ. കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ വടക്കൻ മലബാറിൽ കൊടുക്കരുത്, തെക്കൻ കേരളത്തിൽ കൊടുക്കണം, അങ്ങനെ രണ്ടായി കാണുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ആരെങ്കിലും പരസ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ശരിയുമല്ല. കോൺഗ്രസ് പാർട്ടിക്ക് വടക്കെന്നോ തെക്കെന്നോ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും നൽകാനുള്ള ഉത്തരവാദിത്വവുമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമാണ്. കോൺഗ്രസിൻ്റെ അകത്ത് ചർച്ച വന്നത് എന്തുകൊണ്ടാണ് SSLC പരീക്ഷ എഴുതിയ സമയത്ത് തന്നെ കുട്ടികൾ ധാരാളം വടക്കൻ മലബാറിലുള്ളത് കൊണ്ട് +2വിൻ്റെ സീറ്റുകൾക്ക് കുറവ് വരാൻ സാധ്യതയില്ലേ? കുട്ടികൾ ഓപ്ഷൻസ് എടുത്തു കഴിയണം. ഇപ്പോഴും ഓപ്ഷൻസ് തീർന്നിട്ടില്ല. 3ാം ഘട്ട ഓപ്ഷനും കഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് എത്ര കുട്ടികൾക്ക് +2 അഡ്മിഷൻ കിട്ടാതെ അവർ വിഷമിക്കുന്നു എന്ന കറക്റ്റായിട്ടുള്ള രൂപം നമുക്ക് ലഭിക്കുക. എന്നിരുന്നാലും അവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്കൂളുകളിൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോ പുതിയ സ്കൂളുകൾ സാങ്ഷൻ ചെയ്യുന്നതിനോ അധ്യാപകരെയും അധ്യാപക ഇതര ഉദ്യോഗസ്ഥന്മാരെയും നിയോഗിക്കുന്നതിനും വളരെ ഹറിബറി എടുക്കേണ്ട ഒരു സാഹചര്യം, ആ ഒരു ഭാരം ഗവൺമെൻറ്റിൻ്റെ മേൽ വെച്ചു കൊടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉദാസീനത കാണിച്ചില്ലേ എന്നാണ് ന്യായമായ എൻ്റെ സംശയം. ഗവൺമെൻറ്റിനെ, പ്രത്യേകിച്ച് ധനവകുപ്പിനെ ഇതേക്കുറിച്ച് പഠിക്കുന്നതിനും ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനും ഇതിലുള്ള എങ്ങനെയാണ് ഫണ്ട് വിനിയോഗം നടത്തേണ്ടത്, നികുതി പിരിച്ചോ മറ്റേതെങ്കിലും രീതിയിലോ കൂടുതൽ ഫണ്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഖജനാവിൻ്റെ അവസ്ഥ എന്താവും മുതലായ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. ഈ വിഷയത്തെ ലാഘവത്തോടെ കണ്ടതുകൊണ്ടാണ് ഹൈക്കോടതി പോലും ഇടപെട്ട് വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ വകുപ്പിന് മാറി നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയെയും ഇന്നത്തെ ഈ ഇന്നുണ്ടായ ഉപസമിതിയിലെ മന്ത്രിമാരെയും പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഞാൻ തിരിച്ചു വരാം. സഫീർ ഷാ, ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ പുതിയ സ്കൂളുകൾ അനുവദിച്ചാലും പുതിയ ബാച്ചുകൾ അനുവദിച്ചാലും അപ്ഗ്രഡേഷൻ നടത്തിയാലും ഏതാണ്ട് 45,000-50,000-ഓളം കുട്ടികൾ വീണ്ടും +2വിന് പുറത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം മലബാർ മേഖലയെ സംബന്ധിച്ചുണ്ട്. മലബാർ മേഖലയിലെ +2 ബന്ധപ്പെട്ട ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു സമഗ്രമായ സമീപനമല്ലേ ആവശ്യം? ഇപ്പോഴുണ്ടായിട്ടുള്ള പരിഹാര മാർഗത്തിലൂടെ താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം എന്നതിനപ്പുറത്തേക്ക് ഈ പ്രതിസന്ധിക്കുള്ള യഥാർത്ഥ പരിഹാരമായി മാറുമോ? ഇവിടെ ലാലി വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടിക്ക് തെക്കൻ കേരളത്തിലെ സീറ്റുകളിൽ താല്പര്യമില്ല, മാത്രമല്ല വടക്കൻ കേരളത്തിലും താല്പര്യമുണ്ട് എന്നുള്ളത് ഒഴുക്കൻ മട്ടിയിൽ പറഞ്ഞാൽ പോരാ. ഇവിടെ തന്നെ വളരെ വ്യക്തമാണ്. 3 തരം നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ ഉപസമിതി വെച്ചതിൽ ഒരൊറ്റ നിർദ്ദേശം മാത്രമാണ് ഇന്ന് മന്ത്രിസഭ അംഗീകരിച്ചിട്ടുള്ളത്. നിർദ്ദേശം അംഗീകരിച്ചത് പഞ്ചായത്തുകളില്ലാത്ത സ്കൂളുകളിൽ സ്കൂളുകൾ അനുവദിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത്. മറ്റ് 2 നിർദ്ദേശങ്ങളും വടക്കൻ മലബാറിലേക്ക് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്കുള്ള സീറ്റ് വർധനവിനെ കുറിച്ച് പറയുന്ന നിർദ്ദേശങ്ങളാണ്. അവിടെ മാത്രം തർക്കം വരികയും തെക്കൻ കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ അനുവദിച്ച 216 സ്കൂളുകൾ അനുവദിച്ച 238 സ്കൂളുകൾ അനുവദിച്ച കൂട്ടത്തിൽ വളരെ ചുരുക്കം സ്കൂളുകൾ മാത്രം മലബാറിലായതിന്റെ പേരിൽ തർക്കമില്ലാതിരിക്കുകയും മറ്റ് 2 സംഗതികളിൽ തർക്കമുണ്ടാവുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളില്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. PK ഫിറോസും അതേപോലെ തന്നെ ശ്രീരാമൻ MLAയും അങ്ങനെ ഒഴുക്കൻ മട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതിയാവില്ല. PK ഫിറോസിന്റെ പാർട്ടിയുടെ ഇപ്പോഴത്തെ MP ആയ ET മുഹമ്മദ് ബഷീർ മന്ത്രിസഭയിലിരിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് കേരളത്തിൽ മലബാർ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് SCO വിദ്യാഭ്യാസ സമരരംഗത്ത് ഇറങ്ങുന്നത്.
എന്നിട്ട് അതിനുശേഷം വന്ന ബേബിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ PJ ജോസഫിന്റെ +2 സീറ്റിന്റെ കുറ്റം പറഞ്ഞതുകൊണ്ടോ മാത്രം അതിന് പരിഹാരമാകുന്നില്ല. കാരണം ഇവിടെ +2 സീറ്റുകൾ അനുവദിക്കാൻ അടിസ്ഥാനപരമായിട്ടുള്ള സ്കൂളുകളുടെ എണ്ണം പോലും നമ്മുടെ മലബാർ മേഖലയിൽ ഈ പ്രദേശത്ത് വളരെ കുറവായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ശ്രീരാം സഫീർ ഷാ, ക്ഷമിക്കണം, വീണ്ടും സാങ്കേതിക തടസ്സം ഉണ്ടാകുന്നു. സഫീർ ഷാ, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ PK ഫിറോസ്, മലബാർ മേഖലയിൽ +2വുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം താങ്കൾ പറഞ്ഞു. അതിന് കാരണമായി താങ്കൾ എടുത്തു പറഞ്ഞത് ഇടതുപക്ഷ ഭരണകാലത്തുണ്ടായിട്ടുള്ള ചില വീഴ്ചകളാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. അതിനുള്ള മറുപടി ശ്രീരാമകൃഷ്ണൻ തന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ മലബാർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി, ഒരു പ്ലാൻ മുസ്ലിം ലീഗിനുണ്ടോ? നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് ശേഷവും +2വിന് പ്രവേശനം കിട്ടാതെ പുറത്തായി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എന്ത് സമാധാനം പറയും? എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് നീതിപൂർവമായ ഒരു പരിഹാരം നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്? എന്ത് പരിഹാര മാർഗവും നിർദ്ദേശവുമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്? ഒന്ന്, ഞാൻ ഉന്നയിച്ച വിഷയത്തിന് ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞു എന്ന വാദം ശരിയല്ല. ശ്രീരാമകൃഷ്ണൻ എന്നോട് ക്ഷമിക്കണം. കാരണം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് ശ്രീരാമകൃഷ്ണൻ. പക്ഷേ ഇത്ര അധികം അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും കേരളത്തിൽ മലബാറിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യം, +1ന് പ്രവേശനം കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ കാരണക്കാരായവരോട് പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര രൂക്ഷമായി പ്രതികരിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ലീഗിൻ്റെ പക്കൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെപ്പടി വിദ്യകൾ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇടതുപക്ഷം 98-ൽ ഭരിക്കുമ്പോൾ ഉണ്ടാക്കിയ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ പിന്നീട് കേരളം ഭരിച്ച UDF ഗവൺമെൻറ് എന്തു ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ്. UDF എന്താ ചെയ്തത്? 284 ഗവൺമെൻറ് സ്കൂളുകൾക്ക്, ഗവൺമെൻറ് ഹൈസ്കൂളുകൾക്ക് +2 കൊടുത്തു. ഇടതുപക്ഷം എയ്ഡഡ് സ്കൂളുകൾക്ക്, എയ്ഡഡ് മാനേജ്മെൻറ്റുകൾക്ക് പണം മാനദണ്ഡമാക്കി സ്കൂളുകൾ കൊടുത്തപ്പോൾ UDF ഗവൺമെൻറ്, പിന്നീട് വന്ന നാലകത്ത് സൂപ്പിയും അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീറും ഒക്കെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ 284 ഗവൺമെൻറ് സ്കൂളുകൾക്ക് +2 കൊടുത്തു. ഒരു മാനദണ്ഡം നോക്കാതെ, ഒരു മാനേജ്മെൻറ്റിനെയും പരിഗണിക്കാതെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് ഹയർ സെക്കൻഡറി ആയി അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചു. രണ്ടാമതായി, ഇപ്പോൾ രൂക്ഷമായ പ്രശ്നം കഴിഞ്ഞ വർഷവും ഈ വർഷവും ഒക്കെ ഉണ്ടായപ്പോൾ UDF ഈ വിഷയം പരിശോധിക്കുകയും മുസ്ലിം ലീഗ് UDFന്റെ മുമ്പാകെ വെച്ച ഒരു പദ്ധതിയാണ് 3 നിർദ്ദേശങ്ങൾ. ആ 3 നിർദ്ദേശങ്ങളിൽ ഒന്ന്, പഞ്ചായത്തുകളിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ സ്കൂളുകളില്ല, അത് മലബാർ എന്നോ തെക്കെന്നോ എന്ന് പരിഗണിക്കാതെ പഞ്ചായത്തുകളിൽ എവിടെയൊക്കെയാണോ ഹയർ സെക്കൻഡറി ഇല്ലാത്ത അവിടെ മുഴുവനും കൊടുക്കുക. രണ്ടാമത്, മുഴുവൻ സ്കൂളുകളിലും 20% സീറ്റ് വർദ്ധിപ്പിക്കുക. 3, ഏതൊക്കെ മേഖലകളിലാണോ കുട്ടികൾ കൂടുതലുള്ളത്, അപ്ലിക്കൻസ് കൂടുതലുള്ളത്, അവിടെ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയായി വർദ്ധിപ്പിക്കുക. ഈ നിർദ്ദേശം മുമ്പോട്ട് വെക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ വീക്ഷണം പത്രത്തിൽ ഇന്നൊരു വാർത്ത വന്ന ലാലി വിൽസൺ ഇവിടെ പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം വീക്ഷണം പത്രം പറഞ്ഞത് മലബാറിൽ 60,000 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നെന്നാണ്. എത്ര വസ്തുതാ വിരുദ്ധമായ വാർത്തയാണ് പത്രം കൊടുത്തത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം KPCC പ്രസിഡന്റ് തന്നെ VM സുധീരനും അതുപോലെ തന്നെ MMSനും അത് ശക്തമായി വീക്ഷണം പത്രത്തെ നിഷേധിക്കുകയും ആ വാർത്ത ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഒരു മനോഭാവം ഇവിടെയുണ്ട്. വീക്ഷണം പത്രം ഉൾപ്പെടെ കേരളത്തിലെ ചില ആളുകളുടെ ഒരു മനോഭാവം മലബാറിലേക്ക് എന്തോ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുണ്ട്. അത് CPM-നുണ്ട്, ഇടതുപക്ഷ സംഘടനകൾക്കുണ്ട്. അതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില ചർച്ചകളിലൂടെ നമ്മളത് പുറത്ത് കണ്ടതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നു, ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഒരു കാര്യം സമ്മതിക്കുന്നു, മലബാറിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട്. അദ്ദേഹം സമ്മതിച്ചതാണല്ലോ. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മുസ്ലിം ലീഗാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ലീഗ് ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന്, ആ ഒരു അപാകത പരിഹരിക്കുന്നതിന് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള, തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ കൂടുതൽ +2 സ്കൂളുകൾ കൊടുക്കുമ്പോൾ അതിന് അനുകൂലമായി കൈപൊക്കാൻ ശ്രീരാമകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ വെക്കാനുള്ളത്. ശ്രീരാമകൃഷ്ണൻ, താങ്കളുടെ മറുപടിയോടുകൂടി ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. സമയം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. എനിക്കതിലെന്താണ് സംശയമുള്ളത്? ഫിറോസ് ഇപ്പോൾ ഈ പറയുന്ന സംശയം ഫിറോസ് ഉണ്ടാക്കുകയാണ്. സ്വയം ഒരു ഈ ഗുസ്തിക്കാർ ചെയ്യുന്ന പോലെയാണ്. ഗുസ്തിക്കാരനൊരു ശത്രു ഇല്ലെങ്കിൽ പിന്നെ ഒരു തലയിണ തൂക്കിയിട്ട് ഇടിക്കുന്നത് പോലെ ഒരു ശത്രുവിനെ കണ്ടെത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലബാറിലുള്ള അസമത്വം പരിഹരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? കേരളത്തിലെ +2 സീറ്റുകളിൽ ഒഴിഞ്ഞു കിടക്കുന്നത് എവിടെയാണ്? കുട്ടികൾ അപേക്ഷിച്ചിട്ടും കിട്ടാത്തത് എവിടെയാണ്?
ഇതിനെ സംബന്ധിച്ചൊരു വിദഗ്ധ സർവേ നടത്തി എല്ലാ പ്രദേശങ്ങളിലും ഇത് തുല്യമായി ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. അദ്ദേഹം ആവർത്തിച്ച് പണം വാങ്ങിയ ഞാനിവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിനോട് വേണ്ടി ചോദ്യം ചോദിച്ചു. മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി KPA മജീദിൻ്റെ സ്കൂളിൽ, പാണക്കാട് ശിഹാബ് തങ്ങളുടെ സ്കൂളിൽ +2 കൊടുത്തപ്പോൾ ആരെങ്കിലും പണം വാങ്ങിയോ? യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യം വീണ്ടും പറയാം. അന്ന് LDF ഗവൺമെന്റ് എന്താ തീരുമാനം എടുത്തത്? എല്ലാ സർക്കാർ സ്കൂളുകളിലും കൊടുക്കുക. ഏതെങ്കിലും പഞ്ചായത്തിൽ സർക്കാർ ഹൈസ്കൂളുകൾ ഇല്ലെങ്കിൽ, അവിടെ ഉള്ള എയ്ഡഡ് സ്കൂളിനെ ഇതായിരുന്നു അന്ന്. നിങ്ങൾ നിയമസഭയിലോ പുറത്തോ എന്തെങ്കിലും ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് സഖാവ് MA ബേബി അനുവദിച്ചിട്ടുള്ള 100 കണക്കിന് സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിപ്പോൾ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടെ വന്നിട്ടുള്ളൊരു പ്രശ്നം, ഈ അസമത്വം പരിഹരിക്കാൻ, അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഗൃഹപാഠം നിങ്ങൾ നടത്തേണ്ടിയിരുന്നു. ആ ഗൃഹപാഠം നടത്താതെ ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് എയ്ഡഡ് സ്കൂളുകളിൽ ഇത് അനുവദിച്ചിട്ട് കോഴ വാങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സന്ദർഭം വരുമെന്ന് കണ്ടപ്പോൾ അതിൻ്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് വാര്യരുടെ വിളക്കത്തെ എമ്പ്രാന്തിയുടെ അത്താഴെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളുടെ ചെലവിൽ നിങ്ങൾ അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായ പഠനം നടത്തി കേരളത്തിലെ ഏതൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ തന്നെ ഇത് അനുവദിക്കുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്റെ അഭിപ്രായം ഞാൻ പറയാം. വളരെയധികം നന്ദി. തീർച്ചയായും മലബാർ മേഖലയിൽ അവഗണന ഉണ്ടായിട്ടുണ്ട് +2 സീറ്റുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ നമുക്കാർക്കും തന്നെ തർക്കമില്ല. നീതിപൂർവമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, ശ്രീ PK ഫിറോസ്, ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ സഫീർ ഷാ ഈ ചർച്ചയിൽ പങ്കെടുത്തത്.